പരിശുദ്ധമായ റമദാൻ നിയമമാക്കപ്പെടുകയാണ് ഈ ഉമ്മത്തിന്. റസൂലുള്ള സ്വഹാബികളോട് പരിശുദ്ധ റമദാൻ നിയമമായ വിഷയം റസൂലുള്ള സ്വഹാബികളോട് പറയുകയാണ്. അള്ളാന്റെ ഹബീബ് റമദാൻ നിയമമായതും നോമ്പ് നോൽക്കേണ്ട രീതികളുമെല്ലാം സ്വഹാബികളോട് പറഞ്ഞപ്പോ അവർ അള്ളാന്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മാ റമളാൻ, എന്തിനാണ് ഹബീബായ നബിയെ റമളാൻ? എന്തിനാ പകൽ സമയം ഇങ്ങനെ ഒരു നോമ്പെന്തിനാ യാ റസൂലല്ലാഹ്? പരിശുദ്ധമായ റമളാനിൽ പ്രത്യേകമായ ഇബാദത്തുകളുടെ ക്രമം ഒരു മാസം മുഴുവനും നീണ്ടമായ വ്രതാനുഷ്ഠാനത്തോടെ കഴിഞ്ഞുകൂടേണ്ട റമളാൻ എന്തിനാ നബി അല്ലാഹു നിയമമാക്കിയത്? മഹാനായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ, അർമലല്ലാഹു ഫീഹി ദുനൂബ ഇബാദിഹിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകളുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കാനാ റമദാൻ സംവിധാനിച്ചത് എന്ന് നബിയുനാ റസൂലുള്ളാഹ്. നന്നായി ശ്രദ്ധിക്കണേ, പരിശുദ്ധ റമദാന്റെ ലക്ഷ്യം മുഅ്മിനീങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കലാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ അല്ലാഹു തആല പാപങ്ങൾ പൊറുക്കുന്നത്? പാപം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അശുദ്ധമാകും, നമ്മുടെ ആത്മാവ് അശുദ്ധമാകും. അശുദ്ധമായതിനൊന്നും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല, ശുദ്ധമായതിന് മാത്രമേ സ്വർഗത്തിൽ കടക്കാൻ കഴിയൂ. അതുകൊണ്ടല്ലേ മനുഷ്യ പിതാവായ അബുൽ ബശർ ആദം അലൈഹിസ്സലാം ഒരു തെറ്റു ചെയ്തു പോയപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതനാക്കപ്പെട്ടത്. ഒരു തെറ്റേ ആദം അലൈഹിസ്സലാം ചെയ്തിട്ടുള്ളൂ. അല്ലാഹു തആല വിലക്കിയ വൃക്ഷത്തിൽ നിന്ന് ഘനി ഭക്ഷിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന്. ഒരു തെറ്റ് ചെയ്തപ്പോൾ ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതരാകപ്പെട്ടതെന്തുകൊണ്ട്? അശുദ്ധിയെ സ്വീകരിക്കാൻ സ്വർഗത്തിന് കഴിയില്ല, ശുദ്ധമായത് മാത്രമേ സ്വർഗത്തിന് സ്വീകരിക്കാൻ കഴിയൂ. അങ്ങനെയാണ് അല്ലാഹു സ്വർഗത്തിന്റെ പ്രകൃതം സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വർഗത്തിന്റെ പ്രകൃതം അങ്ങനെയാണ്. അശുദ്ധമായതിനെ ഒന്നും സ്വർഗം സ്വീകരിക്കില്ല. അതുകൊണ്ടാണല്ലോ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സിറാത്ത് പാലം എന്നതൊരു സത്യമല്ലേ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ സിറാത്ത് പാലം അടിതെറ്റാതെ മറുഭാഗം കടക്കാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് 5 നേരവും ദുആ ചെയ്യാൻ അല്ലാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. അതിനങ്ങനെയും ഒരർത്ഥമുണ്ടല്ലോ. സിറാത്ത് പാലം സത്യമാണല്ലോ. മുഅ്മിനീങ്ങളായ ആളുകൾ സിറാത്ത് പാലം കടന്നും മറുഭാഗത്തേക്ക് കടക്കുകയാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ തന്നെ തെറ്റു ചെയ്ത ആളുകൾ ഉണ്ടാകും. തെറ്റും അതേപോലെ നന്മയും തിന്മയും. നന്മ മുൻതൂക്കം തൂങ്ങിയാൽ സിറാത്ത് പാലം കടന്ന് മറുഭാഗത്തേക്ക് കടക്കാൻ കഴിയുമല്ലോ. പക്ഷേ സ്വർഗത്തിലേക്ക് കടക്കണോ പൂർണ്ണമായും ശുദ്ധരാവണം. അതിന് സ്വർഗത്തിന് മുമ്പിൽ ഒരു പുഴയുണ്ട്, നഹറുൽ ഹയാ എന്നാണ് ആ പുഴയുടെ പേര്. സ്വർഗത്തിലേക്ക് കടക്കുന്ന ദോഷികളായ ആളുകളെ ആ പുഴയിലൊന്ന് ആ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് കടത്തുകയുള്ളൂ. എന്നിട്ട് അവരെ പൂർണ്ണമായും ശുദ്ധമാക്കിയാണ് അല്ലാഹു സ്വർഗത്തിലേക്ക് കടത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണെന്നറിയോ? അശുദ്ധമായതിനൊന്നും സ്വർഗത്ത് കടക്കാൻ കഴിയില്ല. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതാണെങ്കിലോ തെറ്റിന്റെ പ്രകൃതത്തിലാണ്. ശുദ്ധമായ പ്രകൃതത്തിൽ മലക്കുകളെ സൃഷ്ടിച്ച റബ്ബ് മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചത് തെറ്റിന്റെ പ്രകൃതത്തിലാണ്. ഞാൻ നിങ്ങളോട് വഅദ് പറയാൻ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു തെറ്റു ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് വിചാരിക്കാം. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു തെറ്റു ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞ വാക്ക് പോലും, ആ സെന്റൻസ് പോലും തെറ്റാണ്. എന്തുകൊണ്ട്? ജിബ്രീലിനൊരു തെറ്റു ചിന്തിക്കാൻ പോലും കഴിയില്ല. ജിബ്രീലിനൊരു തെറ്റു ചിന്തിക്കാൻ പോലും കഴിയില്ല.
എന്തുകൊണ്ട് മലക്കുകളുടെ പ്രകൃതം അല്ലാഹു സൃഷ്ടിച്ചത് നന്മയുടെ പ്രകൃതത്തിലാണ്. ഒരു തെറ്റിന്റെ ചിന്ത പോലും അവരിൽ വരില്ല. എന്നിട്ടല്ലേ തെറ്റുണ്ടാകുന്നത്? അതേ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് തെറ്റിന്റെ പ്രകൃതത്തിലാണ്. തെറ്റിലേക്ക് മനുഷ്യന്റെ മനസ്സ് വേഗം തെറ്റിലേക്ക് അവൻ കടന്നു പോകും. അല്ലെങ്കിൽ അവന്റെ ദേഹേച്ഛകൾ അവനെ പ്രേരിപ്പിക്കും. തെറ്റിന്റെ പ്രകൃതമാ മനുഷ്യനുള്ളത്. തെറ്റിന്റെ പ്രകൃതത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു ആ തെറ്റുകൾ വരുമ്പോൾ അവരുടെ ആത്മാവും ശരീരവും അശുദ്ധമാവുകയാണ്. ആ ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയക്കുള്ള സംവിധാനം അല്ലാഹു ഭൂമിയിൽ ചെയ്തു വച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കണേ നിങ്ങൾ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ ഖാബ മൻ ദസ്സാഹാ വനഫ്സിൻ വമാ സവ്വാഹാ. വനഫ്സിൻ ആത്മാവിനെ തന്നെയാണ് സത്യം. വസവ്വാഹാ ആത്മാവിനെ സന്തുലിതമാക്കിയതിനെ തന്നെയാണ് സത്യം. ആത്മാവിന് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ശരീരം, പഞ്ചേന്ദ്രിയങ്ങൾ, അവയവങ്ങൾ, തന്റെ ഇടം, ബുദ്ധി, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷി, ഇങ്ങനെ ഒട്ടേറെ സംവിധാനങ്ങൾ അല്ലാഹു ഏർപ്പെടുത്തി മനുഷ്യ ശരീരത്തെ സംവിധാനിച്ച് അതിലേക്ക് ആത്മാവിനെ നിക്ഷേപിച്ച് അല്ലാഹു തആല ഭൂമിയിലേക്ക് നമ്മെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഖദ് അഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നന്മയും തിന്മയും എന്തൊക്കെയെന്ന് വേർതിരിച്ചു കൃത്യമായി അല്ലാഹു പറഞ്ഞു തന്നു. ഖദ് അഫ്ലഹ മൻ സക്കാഹാ. നന്മ ചെയ്യുമ്പോൾ ആ നന്മകൾ ആത്മാവിനെ ശുദ്ധീകരിക്കുകയാണ്. വഖദ ഖാബ മൻ ദസ്സാഹാ. തിന്മകൾ ചെയ്യുമ്പോൾ ആത്മാവ് അശുദ്ധിയിൽ അകപ്പെട്ടു പോവുകയാണ്. ആത്മാവിനെ അശുദ്ധി, അതിനെ ചവിട്ടി മെതിക്കുന്നവൻ എന്നാണ് ഖുർആൻ അതിനെ കുറിച്ച് പ്രയോഗിച്ചത്. അപ്പൊ നന്മ ചെയ്യുമ്പോൾ ആത്മാവ് ശുദ്ധമാകും, തിന്മ ചെയ്യുമ്പോൾ ആത്മാവ് അശുദ്ധമാകും. എന്നാൽ മനുഷ്യന്റെ പ്രകൃതമാണെങ്കിലോ തെറ്റുകൾ ഇങ്ങനെ ദിനേന വന്നു ചേരുന്ന പ്രകൃതമാണ്. ഇതറിയുന്ന റബ്ബ് തന്നെ അതിൽ നിന്ന് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളെല്ലാം അല്ലാഹു ചെയ്തു വച്ചിട്ടുണ്ട്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നന്നായി സ്വലാത്തല്ല, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, കുല്ലു ബനി ആദമ ഖത്താഉൻ. മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. അതൊക്കെ ഒരു ആശ്വാസമുള്ള വാക്കാണ്. മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാ, എല്ലാവരിൽ നിന്നും തെറ്റ് വന്നു പോകും. വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവരാരാ? ആ തെറ്റിൽ നിന്ന് ശരീരത്തെയും ആത്മാവിനെയും ശുദ്ധീകരിക്കാനായി തൗബ ചെയ്യുന്നവരാണ് എന്ന ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗബ ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരിൽ നിന്നും തെറ്റുവരും. ഇത് ഹബീബായ റസൂലുള്ള പഠിപ്പിച്ചതാണ്. തെറ്റുവരുന്നു എന്നതല്ല പ്രശ്നം, ആ തെറ്റിനെ പരിഹരിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുന്നില്ല. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ കുറ്റക്കാരായി മാറുന്നത്. അല്ലാഹു തആല ശുദ്ധി കലശം ചെയ്ത് തിരിച്ചു വരാൻ ഒരുപാട് മാർഗങ്ങൾ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഒരിക്കൽ നടന്ന ഒരു സംഭവം സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാനവർകൾ പറയുകയാണ്, അന്ന അറാബിയൻ, ഒരു കാട്ടറബി, അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വന്നു. ഫഖാല, എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന. എനിക്കെന്റെ ശരീരത്തെ ശുദ്ധി കലശം ചെയ്ത് സ്വർഗത്തിന് അർഹനാകാൻ പറ്റാവുന്ന ഒരു അമൽ പറഞ്ഞു തരണം യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുല്ലനി അലാ അമലിൻ, എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന, ആ ഒരു കാര്യം ചെയ്താൽ തന്നെ എനിക്കെന്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച് സ്വർഗത്തിൽ കടക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറയാൻ ഖാല തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, റബ്ബിനോടൊന്നും പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം ശുദ്ധീകരിക്കണം. ഒന്നാമത് അല്ലാഹുവിന്റെ ഹബീബിന്റെ നിർദ്ദേശം അതാണ്, ശരിയായ രീതിയിലായിരിക്കണം നിങ്ങളുടെ വിശ്വാസം. അപ്പോ വിശ്വാസം ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കാൻ സഹായിക്കും. യഥാർത്ഥ വിശ്വാസം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? യഥാർത്ഥ വിശ്വാസമല്ലാത്തതിനെ കുറിച്ചാ ഖുർആൻ പറഞ്ഞത്, ഇന്നമൽ മുശ്രികൂന നജസുൻ, മുശ്രിക്കുകളെല്ലാം നജസാണ്, അവിശ്വാസികളെല്ലാം നജസാണെന്ന് പരിശുദ്ധ ഖുർആൻ. അവിശ്വാസികൾ എന്തുകൊണ്ട് നജസായി? ഇവരുടെ വിശ്വാസം നജസാണ്, അവരുടെ വിശ്വാസം അശുദ്ധമാണ്. അശുദ്ധമായ വിശ്വാസം ആത്മാവിനെ അശുദ്ധമാക്കും. അപ്പൊ ശുദ്ധമായ വിശ്വാസം ആത്മാവിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കും. അള്ളാന്റെ ഹബീബ് ഒന്നാമതായി പറഞ്ഞു കൊടുത്തത് തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ, വിശ്വാസം റെഡിയാക്കണേ. രണ്ടാമതായി അള്ളാന്റെ ഹബീബ് പറഞ്ഞതെന്താ? വതുഖീമുസ് സ്വലാത്തൽ മക്തൂബ, അല്ലാഹു നിർബന്ധമാക്കി കൽപ്പിച്ച നിസ്കാരം ഒന്നുപോലും ഒഴിഞ്ഞു പോകരുതേ, അത് കൃത്യമായി നിലനിർത്തണേ. നിസ്കാരം നമ്മെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കും. മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു വതുതി സകാത്തൽ മഫ്റൂള, അല്ലാഹു നിർബന്ധമാക്കി കൽപ്പിച്ച സകാത്ത് നിങ്ങൾ കൊടുത്തു വീട്ടണം. സകാത്ത് നമ്മളെ ശുദ്ധീകരിക്കാൻ സഹായിക്കും. ഇനി കേട്ടോളൂ, വതസൂമു റമളാൻ, റമളാൻ എന്തിനാന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞതെന്താ? റസൂലുള്ളാഹി പറഞ്ഞത് അർമലല്ലാഹു ഫീഹി ദുനൂബ ഇബാദിഹിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ശുദ്ധീകരിക്കലാണ് റമളാന്റെ ലക്ഷ്യമെന്ത്? വതസൂമു റമളാൻ, നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കണോ? നിങ്ങളുടെ ആത്മാവ് ശുദ്ധമായി സ്വർഗത്തിൽ കടക്കണോ? നിങ്ങൾ പരിശുദ്ധമായ റമളാന്റെ നോമ്പ് നോൽക്കുകയും ചെയ്യണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം